നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏത്തയ്ക്ക വില തകർന്നു, കർഷകർ കണ്ണീരിൽ. ഏത്തവാഴ കൃഷി ചെയ്ത കർഷകർ പ്രതിസന്ധിയിൽ. മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ഏത്തക്കുലയുടെ വില താണതാണ് കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. പ്രതീക്ഷയോടെ ഏത്തവാഴ കൃഷി ചെയ്ത നല്ലൊരു വിഭാഗം കർഷകരാണ് വിലയിടിവിനെ തുടർന്ന് കണ്ണീർ കയത്തിലായിരിക്കുന്നത്. മാസങ്ങളോളം മണ്ണിൽ പണിയെടുത്തുണ്ടാക്കിയ വാഴക്കുലകൾ എന്ത് ചെയ്യണമെന്നറിയാതെ വലയുകയാണ് കർഷകർ. വാഴക്കുലകൾ കൊടുക്കാനാവാതെ വന്നതോടെ പലയിടത്തും കിടന്ന് നശിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. കൃഷി വകുപ്പിൻ്റെ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണെന്ന് കർഷകർ പറയുന്നു. ക്രിസ്മസ് പുതുവത്സര കാലത്ത് ഏത്തക്കുലയുടെ ഉപയോഗം വർദ്ധിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും നേരെ തിരിച്ചാണ് സംഭവിച്ചതെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ വർഷത്തെ അവസാന പ്രതീക്ഷയും നശിച്ച നിലയിലാണ് കർഷകർ. വിലയിടിവ് മൂലം ഏത്തവാഴ കർഷകർ കനത്ത സാമ്പത്തിക ബാധ്യതയിലാണ്. കൃഷി വകുപ്പിൻ്റെയും ഹോർട്ടികോർപ്പിൻ്റെയും ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. 10 കിലോഗ്രാം തൂക്കം വരുന്ന വാഴക്കുലയ്ക്ക് പരമാവധി 250 രൂപയാണ് കർഷകന് ലഭിക്കുന്നത്. കർഷകർ മൂപ്പെത്തിയ വാഴക്കുലകൾ വെട്ടി VFPCയുടെ മുന്നിലെത്തിച്ചിട്ട് പണത്തിനായി നെൽകർഷകരെ പോലെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഏത്തയ്ക്ക വില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. അത് കർഷകർക്ക് വളരെയേറെ നഷ്ടം തന്നെയാണ്. അപ്പോൾ ഒരു വാഴക്കുല ആകണമെന്നുണ്ടെങ്കിൽ നിരവധി കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വാഴ നടുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെയും വളരെയേറെ ശ്രമകരമായ ജോലികളാണ് ചെയ്യേണ്ടത്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തൂ. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.